അപാർ ഐ ഡി ഏത് സംരംഭത്തിൻ്റെ ഭാഗമാണ്? ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ഐ ഡി. അപാർ ഐ ഡി ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ഐ ഡി എന്ന സംരംഭത്തിൻ്റെ ഭാഗമാണ്. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201, കൽപ്പന 3201 എന്ന അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത്? ISRO ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ ഏതെല്ലാം? വിക്രം 3201, കൽപ്പന 3201. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീം സ്പെയിനാണ് 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗം ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ജൂലിയ ആൽഫ്രഡ് എത്ര സെക്കൻഡ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്? 10.72 സെക്കൻഡ്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതായിട്ട് ജൂലിയ ആൽഫ്രഡ്. 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവാര്? MK സാനു. അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2013 2024 ആകെ എത്ര പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത്? 32 പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത്. കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ? കേരളത്തിലെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിലവിൽ കേരള ഹൈക്കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുകർ ജാംദാർ? 39ാമത്തെ ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുകർ ജാംദാർ. Thank you for watching.